ഗൈസ്, ഇവിടെ എല്ലാവരും ദില്ലുവിൻ്റെ കല്യാണത്തിന് ഹാമ്പർ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഹാമ്പർ, ഈ ടയർ എൻ്റെ ഉമ്മച്ചിൻ്റെ കലാവിരുതാണ്. ഉമ്മച്ചേനെ ഉണ്ടാക്കി പുറത്ത് കൊടുക്കണ്ടെന്നും പറഞ്ഞ് ഉമ്മച്ചി സെറ്റ് തെർമോക്കോളൊക്കെ വാങ്ങി ഒക്കെ സെറ്റ് ചെയ്താണ്. ഇത് ഫുൾ ഞങ്ങൾ ഹാൻഡ് മെയ്ഡാണ്. എൻ്റെ ബ്രദറാണ് എന്താ ഷെഡിൽ നിന്ന് ഈ ഹാമ്പറൊക്കെ ഈ മരത്തിൻ്റെ സാധനമൊക്കെ സെറ്റ് ചെയ്തത്. എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഈ മരത്തിൻ്റെ മുട്ടിൽ കൽപ്പറ്റ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് മരത്തിൻ്റെ ഹാമ്പേഴ്സൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഏട്ടൻ്റെ നമ്പർ ഞാൻ തരാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇത് പിറ്റത്തെ ദിവസമാട്ടോ. വെള്ളിയാഴ്ച ഞങ്ങൾ പോയി ഹാമ്പേഴ്സൊക്കെ സെറ്റ് ചെയ്ത് ശനിയാഴ്ച ഞങ്ങൾ കല്യാണ ഡ്രസ്സ് പെണ്ണിന് കൊടുക്കാൻ പോയി വീട്ടിൽ. ഞാനും എൻ്റെ മൂത്തച്ഛിയും പിന്നെ അമ്മച്ചിൻ്റെ അനിയത്തി ഞങ്ങളെല്ലാവരും കൂടി ഒക്കെ പോയി ഡ്രസ്സൊക്കെ കൊടുത്ത് അവർ ഞങ്ങൾക്ക് അവിടെ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിനും അതൊക്കെ തിന്ന് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളെ വീട്ടിൽ പോയി. മീൻസ് ചമ്മളിൻ്റെ വീട്ടിൽ അമ്മച്ചിൻ്റെ അനിയത്തിൻ്റെ മോനാണ് ദില്ലുവിൻ്റെ നിക്കാഹാണ് ഞായറാഴ്ച. മീൻസ് കഴിഞ്ഞ ഞായറാഴ്ച സിസ്റ്റർ ഫുൾ എനിക്ക് വേണ്ട എൻ്റെ ഫോൺ, എൻ്റെ ബാഗ്, പിന്നെ സാധനങ്ങൾ ഒക്കെ അമ്മായി അതെടുക്കുക അമ്മായി ഇതെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഓടിക്കൊണ്ട് തന്നീന്. പിന്നെ ഞങ്ങൾ ഗ്രൂം ടു ബി ഒക്കെ സെറ്റ് ചെയ്തിനു. അപ്പോൾ ഗ്രൂം ടു ബീൻ്റെ പരിപാടിയാണ്. ശനിയാഴ്ച ഗ്രൂം ടു ബി പരിപാടി ചെയ്യുന്നു. ഞങ്ങൾ ഇങ്ങനെ ഇൻറ്റിമേറ്റായി ഞങ്ങളെ ഫ്രണ്ട്സ് മീൻസ് ഞങ്ങൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ടുള്ള ഗ്രൂം ടു ബി പരിപാടി ചെയ്യുന്നു. ഗ്രൂം ടു ബിൻ്റെ കേക്കും ഒക്കെ നമ്മൾ ഓർഡർ കൊടുത്തതാണ്. ഗ്രൂം ടു ബി പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ ആരും ഗ്രൂം ടു ബീൻ്റെ മറ്റേ സാധനം ഇട്ടിട്ട് റെഡി വന്നിട്ട് ലാസ്റ്റ് ഞാൻ പോയിട്ട് എടുത്തു ഗൈസ്. പിന്നെ ഫുള്ള് ഫോട്ടോ എടുക്കലും കേക്ക് മുറിക്കാൻ കുറേ ടൈമായിപ്പോയി. കുറേ ഫോട്ടോസൊക്കെ അവിടെയുള്ള എല്ലാവരുമായിട്ട് ഫോട്ടോസ് എടുത്തിട്ട് അപ്പോഴത്തേക്ക് ആ പുറകെയുള്ള ബലൂണിന് വേണ്ടി കുട്ടികൾ വാശിടിക്കാൻ തുടങ്ങി. ആ കേക്ക് മുറിച്ചിട്ടാണ് ആ ബലൂൺ കുറച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ. അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ എനിക്ക് എൻ്റെ കസിൻ അസിസ്റ്റൻസിനെ കിട്ടി. അപ്പോൾ വീഡിയോ എടുക്കുന്നത് അവനെ ഏൽപ്പിച്ചതാണ് കേട്ടോ കല്യാണച്ചക്കൻ. നേരത്തെ ഗ്രൂം ടു ബിൻ്റെ ഒക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ തോന്നിയുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഗൈസ്. അവൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതാണ് അവൻ്റെ ബ്രദേഴ്സ്. ഇനിയിലെ ചുരിദാർ ഇട്ടതാണ് ചമ്മോളി അമ്മച്ചിൻ്റെ അനിയത്തി. അങ്ങനെ എല്ലാവരും കൂടി കേക്ക് കട്ടിങ്ങിന് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കേക്ക് മുറിക്കുന്നില്ല, ഞങ്ങളെ വിളിച്ച് പറ്റിച്ചു. ഷാറുഖ് അഹമ്മദ് ഫോളോ ചെയ്യാം. അടുത്തത് എന്താണ്? അത് അൻകങ്ങനെ എന്താണ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്പോഴത്തേക്ക് അവിടെയുള്ള കുറേ പേരും കൊണ്ട് ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിച്ചു ഗൈസ്. അങ്ങനെ എനിക്ക് 104 സബ്സ്ക്രൈബേഴ്സായി. എല്ലാവരും കൊണ്ടും ഞാൻ നിരത്തി എനിക്ക് പരിചയമുള്ള കുട്ടികളെ കൊണ്ടിട്ടോ ഒരു ഉമ്മാൻ്റെ ഫോണൊക്കെ എടുത്ത് ഗെയിം കളിക്കുന്ന കുട്ടികളെ കൊണ്ടൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ലാസ്റ്റ് വെയിറ്റ് ചെയ്ത് നിന്ന് അവൻ ആ കേക്ക് കട്ട് ചെയ്ത് ഈ കേക്ക് കട്ട് ചെയ്ത് കുട്ടികൾ ഇവന് കേക്ക് കട്ട് ചെയ്ത സന്തോഷം മാത്രമല്ല ആ ബാക്കിൽ നിന്ന് ആ ബലൂൺ പൊട്ടിക്കാൻ എന്നുള്ള സന്തോഷം കൂടി കുട്ടികളുടെ മനസ്സിലുണ്ട്. ഇങ്ങനെയൊന്നല്ല. അടുത്ത ഗ്രൂം ട്യൂബിന്റെ ആള് ഞങ്ങള് വളർന്നു വരുന്ന തലമുറയാണ് കാണുന്നത്. പല കുറേ വീഡിയോക്ക് വോയിസ് ഓവർ പോകേണ്ട കാര്യമില്ല. കാരണം എൻ്റെ കസിൻസ് ഫിദയും പൊന്നൂസും കൂടി കുറേ വോയിസ് ഓവർ പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറേ വോയിസ് ഓവർ പോകേണ്ട കേസ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ ഭക്ഷണം കഴിക്കുന്ന ഏരിയയിലോട്ട് പോയി. മന്തിയായിരുന്നു ഫുഡ്. അപ്പോൾ ഞാൻ വെറുതെ ആ വഴി പോയപ്പോൾ കല്യാണച്ചക്കനെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് കല്യാണച്ചക്കൻ്റെ അനിയൻ, പിന്നെ ഇത് എൻ്റെ അനിയനുണ്ട് ഇവിടെ, ഇതാ ഇവൻ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് എല്ലാം വൈൻഡപ്പ് ചെയ്ത് ലാസ്റ്റ് ആപ്പാൻ്റെ പാട്ടുമായിട്ട്
അപ്പോൾ ഭയങ്കര പാട്ടുകാരനാണ് കേട്ടോ. കുറേ ഗാനമേള അങ്ങനത്തെ പരിപാടിക്കും ഇങ്ങനത്തെ പരിപാടിക്കും അങ്ങനെ ഒരുപാട് പരിപാടിക്ക് പോയി പാട്ടൊക്കെ പാടുന്ന ആളാണ് കേട്ടോ. അങ്ങനെ ആപ്പാൻ്റെ പാട്ടുമായിട്ടാണ് ഈ പരിപാടി ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തത്.